കഴിയും. This idea of one nation, one language, one religion, one people, one community, this idea is designed to divide India. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു മതം, ഒരു സമുദായം, ഒരു ജനത എന്ന ആ ചിന്ത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. India is many languages, many histories, many cultures, many religions living happily together. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ചരിത്രങ്ങളും വ്യത്യസ്ത മതങ്ങളും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം. It is like a bouquet of flowers where all the flowers are different but all of them together are beautiful. ഒരു പൂച്ചെണ്ട് പോലെയാണ്, വ്യത്യസ്ത നിറത്തിലുള്ള പൂവുകൾ ചേർന്ന മനോഹരമായ ഒരു പൂച്ചെണ്ട് പോലെയാണ് ഇന്ത്യ. അതിലെ പല പൂക്കളും വ്യത്യസ്തമാണ്, പക്ഷെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പൂച്ചെണ്ട് മനോഹരമാകുന്നത്. അതുപോലെയാണ് ഇന്ത്യയും. And the entire idea of the BJP is to create instability and disharmony in India. ബിജെപിയുടെ പൂർണ്ണ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അസ്വാരസ്യവും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയെ ഉണ്ടാക്കുക എന്നതാണ് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. To make one Indian fight with another Indian. ഒരു ഇന്ത്യക്കാരിയെ മറ്റൊരു ഇന്ത്യക്കാരിയുമായി പോരാടാനാണ് അവർ പ്രാപ്തരാക്കുന്നത്. And in the end, if you see, all they do is give away India's wealth to a few people. നിങ്ങൾക്കറിയാമോ, അവസാനം അവർ ചെയ്യുന്നത്, ബിജെപി ചെയ്യുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും കുറച്ചാളുകൾക്ക് നൽകുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത്. They divide the country to distract the country, and then all the wealth of the country goes to a few people who are close to the prime minister. നിങ്ങൾക്കറിയാമോ അവർ എന്തിനാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നതെന്ന്? യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പ്രധാനമന്ത്രിയുടെ അടുപ്പമുള്ള കുറച്ച് വ്യവസായികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. Defense projects, infrastructure projects, agriculture, ports, airports, wherever you look, you can find the name Adani. നിങ്ങൾ പ്രതിരോധ മേഖലയാകട്ടെ, അടിസ്ഥാന സൗകര്യ മേഖലയാകട്ടെ, കൃഷിയാകട്ടെ, വ്യവസായമാകട്ടെ, തുറമുഖമാകട്ടെ, വിമാനത്താവളമാകട്ടെ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു പേര് കാണാൻ പറ്റും, അദാനിയുടെ പേര്. And every single Indian knows, because if you just look at the share price of Adani shares, you can find that it starts to grow the moment the prime minister becomes elected. നിങ്ങൾക്കറിയാവോ, ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അറിയാൻ സാധിക്കും, അദാനിയുടെ ഓഹരിയുടെ വില നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന അതേ നിമിഷം അദാനിയുടെ ഓഹരിയുടെ വില വിപണിയിൽ കുതിച്ചു